കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എപ്പോഴും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, തകർന്നു പോയി എന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ കർത്താവിനെ കണ്ടെത്തുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് പുതുക്കി പണിയുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഹാഗാർ തന്റെ യജമാനത്തിയുടെ ക്രൂരമായ പെരുമാറ്റം കണ്ട് മാനസികമായി തകർന്ന് ഓടിപ്പോയപ്പോൾ അവൾ യഥാർത്ഥ ദൈവത്തെ കണ്ടു. അവളുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവമായ കർത്താവ് നൽകി. അവൾ തിരികെ തന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൾ പറഞ്ഞു, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു. അവൾ കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. സ്നേഹമുള്ളവരെ, ആരും നശിച്ചു പോകുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വീണുപോയ ആത്മീയ ജീവിതത്തിൽ നിന്നും ഓരോ മനുഷ്യരും ഉണർന്നെഴുന്നേൽക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിരാശയിൽ ആകുലപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ മടുപ്പ് തോന്നാതെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ വിശ്വാസപൂർവ്വം നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങാണ് എൻ്റെ ആശ്രയം, എൻ്റെ മറവിടവും എൻ്റെ സങ്കേതവും അവിടുന്ന് തന്നെ. എന്നെ സംരക്ഷിക്കുന്ന ദൈവവും കർത്താവേ അങ്ങ് മാത്രം. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങന്റെ നിക്ഷേപമേ, ഹല്ലേലൂയ. എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ, എൻ്റെ ഉപനിധി, എൻ്റെ ഓഹരി, അങ്ങന്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശുദ്ധനവൻ, വീരനാണവൻ. ആമേൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശുദ്ധനവൻ, വീരനാണവൻ. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവായ യേശുവേ, അവിടുന്നാണ് എന്നെ സംരക്ഷിക്കുന്ന കോട്ട, എൻ്റെ ശരണവും പരിചയം, എൻ്റെ പാറയും. കർത്താവേ, അവിടുന്ന് മാത്രം. അങ്ങിൽ നിന്നാണ് ജീവജലത്തിൻ്റെ ഉറവ എനിക്ക് ലഭിക്കുന്നത്. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങന്റെ പരിചയവുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജ
മഹത്വം കർത്താവേ. കർത്താവായ യേശുവേ, എൻ്റെ ഉടയവനായ എൻ്റെ കർത്താവേ, അവിടുന്നാണ് എൻ്റെ ഭുജബലം. എന്നോടുള്ള അവിടുത്തെ വാഗ്ദാനം കർത്താവെ നിറവേറ്റുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ എൻ്റെ യേശുവേ, എന്റെ ഉടയവനെ, എന്റെ ഭുജബലമേ, അങ്ങന്റെ ഇമ്പമാണേ. എന്റെ ആരംഭമേ, എന്റെ വാഗ്ദത്തമേ, അങ്ങന്റെ ആമേനാണേ. എന്റെ ഉടയവനെ, എന്റെ ഭുജബലമേ, അങ്ങന്റെ ഇമ്പമാണേ. എന്റെ ആരംഭമേ, എന്റെ വാഗ്ദത്തമേ, അങ്ങന്റെ ആമേനാണേ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശുദ്ധനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശുദ്ധനവൻ, വീരനാണവൻ. ഹല്ലേലൂയ. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. നമ്മെ കാണുന്ന എൽറോയിയായ ദൈവം ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ കാണുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.